ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവർ നടത്തുന്ന തട്ടിപ്പിന് ഈ രൂപത്തിൽ വ്യക്തി കേന്ദ്രീകൃതമായി നടത്തുന്ന തട്ടിപ്പിന് ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ലേറ്റസ്റ്റായി കേരളം ലോകം മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളവുണ്ട്, വ്യക്തി കേന്ദ്രീകൃതമാണ്. അതെന്താണെന്നറിയോ? അതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കൊടുവള്ളി ഇവിടെ അടുത്തല്ലേ, കൊടുവള്ളിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ CD എടുത്തു വെച്ചിട്ട് എന്തെടുക്കുക, ഒരു തട്ടിപ്പ്. സക്കരിയ മൗലവിയാണ് തട്ടിപ്പ് നടത്തുന്നത്. സക്കരിയ മൗലവി പരസ്യമായിട്ട് തട്ടിപ്പ്. കൊടുവള്ളി നടന്ന ഒരു പരിപാടി വെച്ചിട്ട് വ്യക്തി കേന്ദ്രീകൃതമായി. അതാണ് ഈ 8 മാസം 2020 7 മാസം 8 മാസം ഈ 8 മാസത്തിനുള്ളിൽ നടന്ന സംഗതികൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ വ്യക്തികളെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെടുക്കുക, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ, ഒന്ന് ഫോൺ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് പിന്നീട് ഈ വിഷയത്തെ തന്നെ മറക്കാനുള്ള ശ്രമം നടക്കുക. അതിനൊരു ഉദാഹരണമാണ് കൊടുവള്ളിയിൽ വെച്ച് ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിൽ സക്കരിയ മൗലവി കാണിക്കുന്ന തട്ടിപ്പ്. ഇപ്പൊ മൂവാറ്റുപുഴ ഒരു സംവാദം നടത്തി. ഇതിപ്പോ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്ലിപ്പാണ്. യൂട്യൂബിൽ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിപ്പാണ്. അനസ് കളവ് പറഞ്ഞു, കളവ് പ്രചരിപ്പിക്കുന്നു. and അതിന്റെ കമന്റുകൾ നിങ്ങൾ വായിക്കണം. ഉപ്പളയിലുള്ള അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് യൂട്യൂബിൽ. ഞാൻ ഇന്നലെ രാത്രി അദ്ദേഹത്തെ വിളിച്ചു. ഇത് അപ്ലോഡ് ചെയ്ത ആളെ രാത്രി വിളിച്ചു ഇതിന്റെ വിശദീകരണം ചോദിക്കാൻ. അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. ഈ ശബ്ദം അദ്ദേഹം കേൾക്കുന്നുവെങ്കിൽ, അതിന് കമന്റ് എഴുതുന്നവരുണ്ടെങ്കിൽ, അനസ് മരിച്ചിട്ടില്ല, നട്ടല്ലോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇത് കൊടുത്തവരും ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തവരും ഇത് ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും ആണാണെങ്കിൽ, നട്ടല്ലുണ്ടെങ്കിൽ, അവരെ സംബന്ധിച്ചിടത്തോളം സത്യത്തോട് കൂറുണ്ടെങ്കിൽ, അനസ് ആണത്തത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നു അവരെ. വരൂ സക്കരിയ മൗലവി, വരൂ എന്റെ മുന്നിലേക്ക് വരൂ. ഉപ്പള അബ്ദുള്ള, വരൂ എന്റെ മുന്നിലേക്ക് വരൂ. ഇത് പ്രചരിപ്പിക്കുന്നവരും ഇതിന് കമന്റ് എഴുതുന്നവരും വരൂ എന്റെ മുന്നിലേക്ക്. കളവ് പ്രചരിപ്പിക്കുകയോ? എന്നിട്ട് എന്തെല്ലാം കമന്റുകളാണ് യൂട്യൂബിൽ അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചത്? പാച്ചക്കള്ളം പ്രചരിപ്പിക്കും. ഇത് സലഫിയത്താണോ? താടി നീട്ടിയതുകൊണ്ട് സലഫിയത്താവൂല, മനസ്സിലാക്കിക്കോ. താടി നീട്ടിയതുകൊണ്ട് സലഫിയത്താവൂല. ആദർശം വേണം, തൗഹീദ് വേണം, സത്യസന്ധത വേണം. പാച്ചക്കള്ളം പ്രചരിപ്പിക്കുകയോ? എന്തു ആകാന്ന വിചാരം? എനിക്കറിയാം കേസ് കൊടുക്കാൻ, എനിക്കറിയാം കേസ്. എന്റെ പേരിൽ പറയുന്ന പച്ചക്കള്ളമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ യൂട്യൂബ് ചിലർ പ്രസംഗങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കിട്ടിയ വാക്കിന് മറുപടി, അപ്പൊ തന്നെ മറുപടി. അതാ ഇന്ന് NV സാലിമിന്റെ ക്ലിപ്പ് ഇന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഇന്ന് തന്നെ മറുപടി. അതുപോലെ തന്നെ ഇത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ആയിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങിയതാണ്. കേട്ടോളൂ. ഇപ്പൊ നോക്കുമ്പോ അതിൽ തോറ്റു എന്ന് പറയലാണ് പ്രധാന പണി. ഈ ജിന്നുവാദികൾക്ക് പ്രധാന പണി എന്ന് വെച്ചാല് മൂവാറ്റുപുഴയിൽ മുജാഹിദുകൾ തോറ്റുപോയി. കാരണം എന്താ? ജിന്നോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് പറഞ്ഞു. വിജനപ്രദേശത്തെത്തിയ ഒരാള്, അയാള് ജിന്നെന്നെ സഹായിക്കട്ടെ, മലക്കെന്നെ സഹായിക്കട്ടെ എന്ന് നനച്ചിട്ട് അള്ളാന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ ശിർക്കാണെന്ന് ചോദിച്ചപ്പോ ശിർക്കാണെന്ന് പറഞ്ഞു. മുജാഹിദുകൾ തോറ്റു. ഇനി പുറത്തിറങ്ങാൻ പറ്റുമെന്നാ? ആർക്ക്? മുജാഹിദുകൾക്ക് പുറത്തിറങ്ങാൻ ധൈര്യത്തെ. പക്ഷേ ഈ ജിന്നോട് തേടാൻ ശിർക്കല്ല എന്ന് വാദിച്ചു നടന്നവർക്ക് ഇനി പുറത്തിറങ്ങാൻ കഴിയില്ല, സാധിക്കില്ല. ഇനി അത് അനുവദിച്ചു തരികയുമില്ല. ഇത്രയും കാലം ഞാൻ ചോദിക്കട്ടെ, ഇനി അങ്ങനല്ല എന്ന് വിചാരിക്കുക. അങ്ങനല്ല. ഞാനും ഹനീഫും പിന്നെ അതുപോലെ തന്നെ വളരെ കുറച്ചു ഹംസബാ കവി, അതുപോലെ തന്നെ പിന്നെ കുറച്ച് പണ്ഡിതന്മാർ അതിന് പോയത്. ഈ ജിന്നുവാദികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ വാദപ്രതിവാദത്തിന് കരാർ എഴുതുമ്പോ. ആ ആളുകൾക്ക് വാദപ്രതിവാദം നടത്തിക്കൂടായിരുന്നോ? പോയിട്ട് എന്താ പോകാതിരുന്നത്? പോകരുതെന്ന് പറഞ്ഞു വാദപ്രതിവാദത്തിന്. നൂറുദ്ദീൻ ലബ്ബാദാരിമിയാണ് ഞാൻ എഴുതിയ വാദപ്രതിവാദം അല്ലത്. അവിടെ പ്രസംഗിച്ച ഒരാള് അദ്ദേഹം വെല്ലുവിളിച്ചപ്പോ നൂറുദ്ദീൻ ലബ്ബാദാരിമിയെ വെല്ലുവിളി ഏറ്റെടുത്തു വാദപ്രതിവാദത്തിന്. എന്നിട്ടാ വിളിച്ചു പറഞ്ഞ കരാർ എഴുതാൻ. അങ്ങനെ ഞാൻ പോയത്. ആ നൂറുദ്ദീൻ ലബ്ബാദാരിമി വാദപ്രതിവാദം വെല്ലുവിളി ഏറ്റെടുത്തു. അത് പിന്നെ നമ്മൾ ഏറ്റെടുത്ത് കരാറൊക്കെ എഴുതി വാദപ്രതിവാദത്തിന് ഡേറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞപ്പോ നൂറുദ്ദീൻ ലബ്ബാദാരിമിയെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ ആ സംവാദത്തിൽ പങ്കെടുക്കരുത്. അത് അനസും ഹനീഫും കൂടെ പോയി ഒന്ന് പഠിച്ചു വരട്ടെ എന്നാണ്. ഞങ്ങൾ പോയി തോറ്റെന്ന് വിചാരിക്കും മക്കളെ. ആരാ തോക്കല്? അനസ് തോറ്റെന്ന് പറയൂ ആരെങ്കിലും? ഹനീഫ തോറ്റെന്ന് പറയോ? ഇത്രമാത്രം നികൃഷ്ട ചിന്ത കൊണ്ടു നടന്നു ജീവിച്ചിരിക്കണ സംവാദത്തിന് പങ്കെടുക്കുന്നത്. അവിടെ വരുന്ന ഖുറാഫി, ആന ഖുറാഫി വരിക, തൗഹീദ് അത് പൊളിക്കാൻ വേണ്ടി വരിക. ആ സംവാദത്തിൽ പങ്കെടുക്കരുതെന്ന് നൂറുദ്ദീൻ ലബ്ബാദാരിമി വിളിച്ചു പറയാൻ മാത്രം നികൃഷ്ട ജീവികൾ ഈ തൗഹീദിനെ തകർക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവർ രംഗത്ത് വന്നത്? ഇവിടെ ലബ്ബാദാരിമി വിശദീകരണം, ഇതാണ് ക്ലിപ്പ്. ലബ്ബാദാരിമിയുടെ വിശദീകരണം ഇനി നടക്കാൻ പോകുന്നത്. ഈ ഇത്രയും കേട്ടിട്ട് അടുത്ത് സക്കരിയ മൗലവി എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടോ?
ഇത്രയും കേട്ടല്ലോ. ഇതിനിടയ്ക്ക് സക്കരിയ മൗലവി എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടോ? വേണമെങ്കിൽ ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. കേട്ടില്ല എങ്കിൽ ഇനി ലബ്ബാദാരി പറയുന്ന മറുപടി ശ്രദ്ധിച്ചു. മൂവാറ്റുപുഴ സംവാദവുമായി ബന്ധപ്പെട്ട് സക്കരിയ സ്വലാഹി എന്നെ വിളിച്ച് ആ സംവാദത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞതായി ഇവിടെ നമ്മുടെ പ്രവർത്തകരുടെ ഇടയിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് അത് ചോദിക്കുകയുണ്ടായി. മൗലവിയുടെ അടുത്ത് സക്കരിയ സ്വലാഹി മൂവാറ്റുപുഴ സംവാദത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. സത്യത്തിൽ എനിക്കതിൽ വളരെയേറെ വേദന തോന്നുകയാണ് ചെയ്തത്. അങ്ങനെ സക്കരിയ സ്വലാഹി എന്നോട് പറയുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റൂല. അപ്പോൾ അദ്ദേഹം സംവാദത്തിന് മുമ്പ് അദ്ദേഹം എന്നെ വിളിക്കുകയോ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് ഹക്കായ ഒരു കാര്യമാണ്. അദ്ദേഹം എന്നെ വിളിക്കുകയോ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനുശേഷവും വിളിച്ചിട്ടില്ല. ഈ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ കത്തുകൾ ഒന്ന് വായിച്ചു നോക്കിയോ എന്നറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ ആ ഒരു വിളിയല്ലാതെ അദ്ദേഹം സംവാദവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും എന്നെ വിളിച്ചിട്ടില്ല. എന്നോട് അതിൽ പങ്കെടുക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പങ്കെടുക്കരുതെന്ന് പറയുന്ന ഒരാളായി ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ അങ്ങേയറ്റം ഞാൻ വേദനിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കണ്ടോ, ഇതിട്ടിട്ട് പറയാണ് ഞാൻ കൊടുവള്ളി പ്രസംഗിച്ചത് എന്താണ്? കളവാണ്. കൊടുവള്ളി പ്രസംഗിച്ചത് കളവാണ്. കാരണം എന്താ? സക്കരിയ സ്വലാഹി ആരെ വിളിച്ചിട്ടില്ല? ലബ്ബാദാരിമെ വിളിച്ചിട്ടില്ല. ഇതിട്ടിട്ട് പറയാണ് കണ്ടോ അനസ് കളവ് പറയുന്നു, സക്കരിയായുടെ പേരിൽ കളവ് പറഞ്ഞ് കൈയോടെ പിടികൂടുന്നു എന്നാ. പണ്ടൊരു കഥയുണ്ട്. മടവൂര് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ ഒരു കാര്യം CP ഉമർ സുല്ലമി ഫോണിലൂടെ താഹിർ ബാബു സേഠിനോട് പറഞ്ഞു. ആ വിവരം പുറത്തായി ആകെ പ്രശ്നമായി. അവസാനം CP ഉമർ സുല്ലമി ചില ആളുകൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ താഹിർ സേഠിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ശരിയാണോന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, വല്ലാഹി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോ പറഞ്ഞ ബാബു സേഠ് ആരായി? കള്ളനായി. ബാബു സേഠിന്റെ ആൾ പറഞ്ഞു, അദ്ദേഹം വല്ലാഹി പറഞ്ഞിട്ടാ പറയുന്നത്, വിളിച്ചിട്ടില്ല. അവസാനം വീണ്ടും ചോദിച്ചു, അല്ല ഉമർ സുല്ലമി നിങ്ങളങ്ങനെ പറഞ്ഞോ? അപ്പൊ ഇയാൾ പറയും, വല്ലാഹി ഞാൻ ബാബു സേഠിനെ വിളിച്ച് പറഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞു. വല്ലാഹി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ആ ബാബു സേഠിന്. അങ്ങനെ ഇത് കഴിഞ്ഞു. അവസാനം ഇതാകെ പ്രശ്നമായി. അവസാനം CP ഉമർ സുല്ലമിയുടെ വിചാരണക്ക് ചെന്ന് പിടിച്ചു നിർത്തി ചോദിച്ചു. മൂപ്പര് പറഞ്ഞു, എന്താണെന്നറിയോ, ബാബു സേഠിനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല, ബാബു സേഠ് എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ പോലുള്ള മുസ്ലിയാര് കളവ്. കാര്യം എന്താ? ബാബു സേഠിനെ വിളിച്ചു പറഞ്ഞിട്ടില്ല. ബാബു സേഠ് വിളിച്ചപ്പോ ബാബു സേഠിനോട് പറഞ്ഞതാണ്. ഇതാ സംഗതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എന്താണ്? ഉറപ്പാണ്. ഇതുപോലെ സക്കരിയ മൗലവി ലബ്ബാദാരിമെ വിളിച്ചു പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, സക്കരിയ മൗലവി ലബ്ബാ മൗലവി വിളിച്ചു പറഞ്ഞു ഇല്ല. സക്കരിയ മൗലവിയുടെ മുരീദുകൾ, സക്കരിയ മൗലവിയുടെ കൂടെ നടക്കുന്നവർ, ജിന്നുവാദികൾ, അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സംശയമുണ്ടോ? സംശയിക്കണ്ട. ഇതറിഞ്ഞപ്പോ തന്നെ നേർക്ക് നേരെ വിളിച്ച് ലബ്ബാദാരിമിയോട് ചോദിച്ച് ലബ്ബാദാരിമി പറയുന്നത് കേട്ടോളൂ. ഇത് കൂടി നാളെ അപ്ലോഡ് ചെയ്യണം കേട്ടോളൂ. നമ്മൾ ആ സംവാദത്തിന് വരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ എന്നോട് പോകണ്ട പറഞ്ഞത് പലരും ഞാന് പരിപാടിക്ക് വരും പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ നിങ്ങളെ യൂട്യൂബിൽ ഒരാൾക്ക് അയച്ചു തന്നിരിക്കുന്നത് നിങ്ങൾ പറയുന്ന ക്ലിപ്പ്, ഇതൊക്കെ രസലായി എന്നോട് അദ്ദേഹത്തില്ല, അതിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കലാണ് പറയില്ല. പക്ഷെ നിങ്ങളോട് പറഞ്ഞ സക്കരിയ സ്വലാഹി ഞാൻ ആരും പറഞ്ഞിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിക്കുകയോ ചെയ്തിട്ടില്ല. അല്ല അങ്ങനല്ല, സക്കരിയ നല്ലല്ല എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങള്. എന്നെ പലരും വിളിച്ചു എന്നോട് പോകണ്ടെന്ന് പലരും വിളിച്ചിരുന്നു. വിളിച്ചിരുന്ന കൂട്ടത്തിൽ സക്കരിയ സ്വലാഹി വിളിച്ചിട്ടേ ഇല്ല. അല്ല സക്കരിയ സ്വലാഹി വിളിച്ചിരുന്നു ആരും പറഞ്ഞിട്ടുണ്ടോ? സക്കരിയ സ്വലാഹി വിളിച്ചിരുന്നു എന്ന് സക്കരിയ സ്വലാഹി നിങ്ങളോട് വിളിച്ച് പോകണ്ടെന്ന് പറഞ്ഞിങ്ങനെ ആരും പറഞ്ഞോ? ഇല്ല, എന്നോട് പറഞ്ഞില്ല. ഞാനും കേട്ടോ ഇതുപോലെ വിളിച്ച് പറഞ്ഞു എനിക്ക് അനസിന്റെ പ്രസംഗത്തിലാന്ന് പോലെ. എങ്ങനെ അനസന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്, പക്ഷെ അതിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പലരും വിളിച്ചിട്ട്
സക്കറിയ സലാഹി എന്ത് ആ സംഭവത്തിന് എന്ത് ചെയ്തത്? ഞാൻ കേട്ടില്ല. അനസിന്റെ പ്രസംഗത്തിൽ അനസ് പറഞ്ഞു എന്നാണ് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്. ഇല്ലല്ല, ഒരു പ്രസംഗത്തിൽ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഈ പരിപാടിയിൽ പോകരുത് എന്ന് വരെ പറഞ്ഞു. സക്കറിയ സലാഹി ആണെന്ന് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. സക്കറിയ സലാഹി ആണെന്ന് തോന്നിപ്പിക്കുന്നത് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു. അല്ല, സംഗതി നിങ്ങളോട് പറഞ്ഞതാരാ? പോരുത് പറഞ്ഞിട്ടുള്ള ആരാ? എന്നോട് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു. പോരുത് ഒരാൾ രണ്ടാളല്ല, ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു. ആരെങ്കിലും ഒരാൾ എനിക്കറിയാവുന്ന അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്റെ എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരൊക്കെ വിളിച്ചു പറഞ്ഞു എങ്ങോട്ട് പോകരുതെന്ന്, സംവാദത്തിന് പോകരുത്. പരിചയമുള്ളവരും പറഞ്ഞു, പരിചയമില്ലാത്തവരും പറഞ്ഞു. ആ വിവരം ലബ്ബാദാരിമിയോട് അങ്ങനെ ചില ആളുകൾ വിളിച്ചു പറഞ്ഞു എന്നുള്ളത് ഞാൻ കൊടുവള്ളിയിൽ പറഞ്ഞു. എന്നിട്ട് ലബ്ബാദാരിമി വിളിച്ച് സക്കറിയ സലാഹി നിങ്ങളെ വിളിച്ച് പറഞ്ഞു എന്ന് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് എന്നെ കള്ളനാക്കാൻ കേരളത്തിലെ ചില സ്റ്റേജുകളിൽ ഈ മൗലവി സക്കറിയ മൗലവി അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ സഹതാപം തോന്നുക. അത് കേട്ടുടനെ പിടിച്ച് നേരെ നെറ്റിൽ കയറ്റിയിട്ട് യൂട്യൂബിൽ മുഴുവൻ കയറ്റി അത് ലോകം മുഴുവൻ സെൻഡ് ചെയ്ത് നടക്കുന്ന ആളുകളെ കാണുമ്പോൾ സഹതാപമേ തോന്നുന്നുള്ളൂ. അപ്പോൾ ഈ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടുള്ള കളി മനസ്സിലായോ? ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരുപാട് സംഗതികൾ നടന്നിട്ടുണ്ട്. ഈ വ്യക്തികളുടെ പേര് പറഞ്ഞ വിഷയം നമ്മൾ നോക്കുക, അതാണ് കാര്യം, ഇതാണ് സൂചിപ്പിക്കാനുള്ളത്.